എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മുട്ടച്ചീര തോരൻ വെച്ചാലോ? ഇതാണ് മുട്ടച്ചീര. കണ്ടോ, അതിൻ്റെ പൂ കണ്ടോ, ഒരു റോസ് കളറായിട്ട് പൂവ്. നമുക്ക് ആ പൂവും ആ കുലച്ച് വരുന്നിരിക്കുന്ന ആ തണ്ടും എല്ലാം കളഞ്ഞിന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇതാ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഞാൻ ഭംഗിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതാ വെള്ളം പോകാനായിട്ട് അത് കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിനകത്താണ് വച്ചിരിക്കുന്നത്. ഇതൊട്ടും വെള്ളം ഇതിന് പാടില്ല. വെള്ളം ഇല്ലെങ്കിൽ തന്നെ ഇത് തോരൻ വെക്കുമ്പം കുഴയുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇന്ന് കുഴയാത്ത വിധത്തിൽ ഞാൻ നല്ല പൊടിയായിട്ട് ഇത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇതൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഞാൻ ഇതാ ചെറുതായിട്ട് പിരിപിരാന്നരിഞ്ഞിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ അരിഞ്ഞെടുക്കണം. ഇത് നമ്മൾ കഴുകി കഴിയുമ്പോൾ ആ വെള്ളം നന്നായിട്ടും തോർന്നതിന് ശേഷം ഇതാ അതിനകത്ത് ചേർക്കാൻ വേണ്ടി 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുട്ട നേരിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് കറി വെക്കുമ്പം അടുപ്പത്തൊഴിക്കുകയല്ല നല്ലത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിന് കൂടാനായിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചീര തോരൻ വെക്കുമ്പോൾ അതിനകത്ത് ഒഴിക്കേണ്ടത്. നന്നായിട്ട് ആ ഉപ്പും മുട്ടയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ ഉണ്ണിയും വെള്ളയും എല്ലാം കൂടെ ഒന്നിച്ചാവും. ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചു. അത് ചൂടായി കഴിയുമ്പോൾ ഒരു 2 സ്പൂൺ എണ്ണ, അധികം എണ്ണയൊന്നും വേണ്ട, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഞാൻ നന്നായിട്ട് നല്ല എരിവുള്ള 2 പച്ചമുളകാണിത്. അതുകൊണ്ട് 2 മുളകാണ് ഞാനിട്ടിട്ടുള്ളൂ. ഇതിന് സാമാന്യം നല്ല എരിവുണ്ട്. അതുകൊണ്ട് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചി. നമ്മൾ മുട്ടയും കൂടെ കൂട്ടിയല്ലേ തോരൻ വെക്കുന്നത് കൊണ്ടാണ് ലേശം ഇഞ്ചിയും കൂടെ ഇട്ട് വയ്ക്കുന്നത്. ഞാൻ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഞാൻ സാമാന്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സവാള നമ്മളിട്ട് കൊടുക്കുന്നു. ഇനിയാണ് സവാള ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ടും അതിൻ്റെ വെള്ളം വറ്റണം. നമുക്കിത് സവാള നന്നായിട്ടൊരു കളറ് മാറി വരണം. ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ വെള്ളം വറ്റാതെ വരുമ്പോഴും തോരൻ വെച്ചാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ടും വെള്ളം വറ്റത്തക്ക വിധത്തിൽ അതൊരു കളർ മാറി വരണം. ഈ കളറായിട്ട് കണ്ടോ, ഇപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അത് ഞാൻ പറഞ്ഞില്ലേ, മുട്ട ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കുവാണ് നല്ലത്. നേരിട്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പം അതിൻ്റെ ഉണ്ണിയും വെള്ളയൊക്കെ വേറെ വേറെ വരുന്നതിനും ഉപ്പിടുമ്പോഴും കൂടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാകുമ്പോൾ ഒരു പ്രശ്നമില്ല. കണ്ടോ, ഇനി ഇത് നന്നായിട്ടും അതിൻ്റെ വെള്ളം അങ്ങും വറ്റി നല്ല തോർന്നിങ്ങനെ നല്ല കണ്ടോ പൊടിയായിട്ട് മുട്ട വരണം. ഈ പാകത്തിനായി വരണം. എന്നാലാണ് നമ്മുടെ തോരൻ വെച്ചാൽ കുഴയാതിരിക്കുകയുള്ളൂ. കണ്ടോ, ഇപ്പം എത്ര ഭംഗിയായിട്ട് മുട്ട വന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ തോരൻ വെക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മുട്ടച്ചീര കുഴഞ്ഞു പോകത്തേയില്ല. അല്ലെങ്കിൽ ഈ ചീര എങ്ങനെ കറി വെച്ചാലും കുഴഞ്ഞു പോകും. ഇനി അതൊന്ന് ഇളക്കാം. ആ മുട്ട ചീരയും കൂടി ഒന്ന് യോജിക്കാനായിട്ട് ഒന്ന് ഇളക്കിയിടാം. ഞാനൊരു അരമുറി ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇടാനായിട്ട്. ഇനി നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇനി ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ മതി, അധികം വേണ്ട. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ആ മുട്ടയെല്ലാം ചീരയുടെ എല്ലാ ഭാഗത്തും വരത്തക്ക വിധം, തേങ്ങയും മുട്ടയും വരത്തക്ക വിധം നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിക്കുക. ഇത് മൂടി വെച്ച് വേവിക്കരുത്. മൂടി വെച്ചാലും കുഴഞ്ഞു പോകും.
ഇത് മൂടി വയ്ക്കാതെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി വെച്ച് 1 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 2-3 പ്രാവശ്യം കൂട്ടി വെച്ച് ഇളക്കിയാൽ മാത്രം മതി, അത് വെന്ത് കിട്ടും. ചീരയല്ലേ പെട്ടെന്ന് വേകും, നമ്മുടെ മുട്ട വെന്തതാണ് താനും. കണ്ടോ, അങ്ങനെ ഞാനൊന്ന് കൂട്ടി വെച്ചു. ഒന്ന് ഇളക്കിയിടാം നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം കൂട്ടി വെച്ചു, ഇളക്കുക, അത്ര മാത്രം മതി. നന്നായിട്ട് നല്ല സുന്ദരമായിട്ട് തോരൻ കിട്ടും. അങ്ങനെയാകുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകത്തില്ല. കണ്ടോ, ഇപ്പം തന്നെ കുഴയാതെ കണ്ടോ നമ്മുടെ തോരന് ആയിരിക്കുന്നത്. ഇത് മുട്ട ഒഴിക്കാതെ തോരൻ വയ്ക്കാം, പക്ഷേ മുട്ട ഒഴിച്ച് തോരൻ വയ്ക്കുന്ന സാധനം മുട്ട ഒഴിക്കാതെ വെക്കുമ്പം കിട്ടത്തില്ല. ഒന്നും കൂടെ നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല പൊടിയായിട്ട് നല്ല സുന്ദരമായ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റിയായ മുട്ടത്തോരന്, മുട്ട ചീരത്തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കണ്ടോ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.